ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ടല്ല ഇപ്പം സംസാരിക്കാൻ വന്നത്. കാരണം വെച്ചാൽ എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരിക്കലെങ്കിലും ഈ അനുഭവം ഉണ്ടായി കാണും. എനിക്ക് ഈ അടുത്ത സമയത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഈ അടുത്ത സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത്ര നല്ലത്. മറ്റൊന്നുമല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു മെഷർമെൻറ്റ് ഓരോരുത്തർ കൊടുത്തു വിടാം എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റാണ്. ചിലർക്കൊക്കെ അളവെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അവർ പറയും കറക്റ്റ് മെഷർമെൻറ്റ് കൊടുത്തു വിടാം. അപ്പോൾ പറയും കൊടുത്തു വിട്ടോ, കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കൊടുത്തു വിടാമെന്ന് പറഞ്ഞ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലേഡിയാണ്. അവരുടെ സംസാരത്തിലൊക്കെ വളരെ നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര എല്ലാം കൂടെ ഓക്കെ. പക്ഷെങ്കിൽ ഞാൻ കാര്യത്തിലേക്ക് വരാം. അവർ മെഷർമെൻറ്റ് കൊടുത്തു വിട്ടു, നല്ല പാക്കിംഗ് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ കൊടുത്തു വിട്ടു. ഞാൻ ഈ മെഷർമെൻറ്റ് എടുത്ത് ഫസ്റ്റ് എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ മെഷർമെൻറ്റ് തന്നെടുത്ത് ഫസ്റ്റ് മൊത്തത്തിലൊന്ന് നോക്കും. അതായത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ എന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായി. അതിന് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞില്ല, ഞാനൊരു മെഷർമെൻറ്റ് കിട്ടിയാലും ഫുള്ളായിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കിയിട്ടാണ് അത് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കവറിൽ നിന്ന് ആ സാധനം വെളിയിലോട്ട് എടുത്തപ്പോൾ തന്നെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നൊരു ഒരു സ്മെല്ല്, വിയർപ്പിൻ്റെ സ്പ്രേയുടെയൊക്കെ കൂടി ഒരു ഛർദ്ദിക്കാൻ വരുന്ന സ്മെല്ലാണ് നമുക്കത് തുറന്നപ്പോഴേ ഉണ്ടായത്. അപ്പോഴേ ഞാനിതെടുത്ത് അങ്ങ് മാറ്റി വെച്ചു. എനിക്ക് പെട്ടെന്ന് തുമ്മലും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി ഈ സ്മെല്ല് പെട്ടെന്ന് അടിച്ചപ്പോൾ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് കട്ട് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല. പക്ഷേ ഇത് തുറന്ന് നോക്കിയാലല്ലേ കട്ട് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ തുറക്കാൻ വേണ്ടി ഒന്ന് എടുത്തപ്പോൾ തന്നെ ഈ ഒരു സ്മെല്ല് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന് മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിയർപ്പിൻ്റെ ദുർഗന്ധം, അതിൻ്റെ കൂടെ സ്പ്രേയും കൂടെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പക്ഷേ ഇത് നൂർത്ത് നോക്കാൻ ഞാൻ കുറച്ച് നേരത്തെ ഇതെടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സ്മെല്ല് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പോയി കഴിയുമ്പോൾ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഈ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ഈ ഒരു സ്മെല്ലടിച്ചപ്പോൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇത് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് തന്നൊരു മെഷർമെൻറ്റ് അവർക്ക് അത്യാവശ്യം പറഞ്ഞത് ചെയ്യാമെന്ന് നമ്മൾ ഏറ്റുപോയത് കൊണ്ട് നമ്മൾ ആ ദുർഗന്ധം സഹിച്ചും വീണ്ടും ഞാൻ ആ സാധനം എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കി വളരെ ബുദ്ധിമുട്ടി. കാരണം നമുക്കിത് കയ്യിലിരിക്കുമ്പോഴെല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്നെ ചോദിച്ചാൽ ഇവരിട്ടിട്ട് ഇത് കഴുകിയിട്ടില്ല. ഈ ചില ബ്ലൗസൊക്കെ കഴുകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പം ഈ ബ്ലൗസ് ഇട്ടിട്ട് കഴുകിയിട്ടുമില്ല. കഴുകാതെ പിന്നെ ഈ കക്ഷത്തിൻ്റെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ വിയർപ്പും എല്ലാം അടങ്ങി ഒരു റൗണ്ട് ഷേപ്പിൽ കക്ഷത്തിലൂടെ ആ വിയർത്തത് നന്നായിട്ട് അവിടെ ഒരു ലൈൻ പോലെ തെളിഞ്ഞു നിന്നിട്ട് അത് കാണുമ്പോഴേ നമുക്ക് ഛർദ്ദിക്കാൻ വരും. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, ഓരോരുത്തർക്കും ചിലർക്കത് ബുദ്ധിമുട്ടില്ലായിരിക്കട്ടെ, എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ആ ബ്ലൗസിൻ്റെ കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെ വിയർപ്പ് വന്നിട്ട് അത്രയും റൗണ്ട് സ്പേസിൽ ആ റൗണ്ടൊക്കെ നന്നായിട്ട് അറിയാം, ആ ലൈനൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അതുകൂടാതെ അതിനോട് സ്പ്രേ കൂടി അടിച്ചിട്ടാണ് നമ്മളെ കൊടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, വെട്ടണോ വെട്ടാതിരിക്കാൻ പറ്റുമോ, ചെയ്യാതിരിക്കാൻ പറ്റുമോ, നമ്മൾ തൊഴിലിതായി പോയില്ലേ. അപ്പോൾ ഞാൻ മനസ്സോട് ഇതെടുത്തിട്ട് ഞാൻ ഓർത്തു വെട്ടാതിരിക്കാൻ പറ്റുമല്ലോ. ഞാനെടുത്ത് വെട്ടി അത് തയ്ച്ച് കൊടുത്തു. പെർഫെക്ഷനായിരുന്നു, കറക്റ്റായിരുന്നു ഒക്കെ വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് ഒക്കെ ശരിയാണ്. പക്ഷേങ്കിൽ അർജൻറ്റ് വർക്കായിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്ത് കൊടുത്തു, അതിൻ്റെ എമൗണ്ട് നമ്മൾ മേടിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരാളുടെ ഒരു അളവ് ബ്ലൗസ് കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇട്ട ബ്ലൗസ് ഒരാളിൽ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത വേണ്ടേ. നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ആളും ഒരു മനുഷ്യരല്ലേ. അവർ ഈ ഉപയോഗിക്കുന്ന ഈ വിയർപ്പും അതിൻ്റെ ഒരു സ്പ്രേയും കൂടെ അടിച്ചിട്ട് വേറെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത മനുഷ്യർക്ക് വേണ്ടേ. ഞാൻ ഓർക്കുവാണ് ഇത് ഇത്രയ്ക്ക് അതപ്പതിച്ച് പോയോ നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾ. കണ്ടാലും ഭയങ്കര ലക്ഷറി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരൊക്കെ യഥാർത്ഥ അവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ എനിക്കത്തില്ല. എനിക്കൊന്ന് സാധാരണ ജനങ്ങളാണ് കുറച്ച് നല്ല നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ പൗഡറും സ്പ്രേയും ഒക്കെ പൂശി ഇതുപോലത്തെ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. ഏതായാലും ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, എല്ലാം ചെയ്തു. എന്നാലും എൻ്റെ ഇപ്പോഴും എനിക്ക് ആ ബ്ലൗസ് കട്ട് ചെയ്ത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നും.
അപ്പം നിങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ശേഷം താങ്ക്സ് ഒക്കെ പറഞ്ഞു. അന്ന് ബ്ലൗസ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം മറ്റൊന്നുമല്ല, അന്ന് വിളിച്ചു താങ്ക്സ് ഒക്കെ പറഞ്ഞു, ബ്ലൗസ് ഇട്ടിട്ട് പോയി. ഉപയോഗം കഴിഞ്ഞു, ഓക്കെ, അന്നൊന്നും സംസാരിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അന്ന് കൊടുത്തിട്ട് ബ്ലൗസിൽ ഭയങ്കര വിയർപ്പിൻ്റെ സ്മെല്ലായിരുന്നു, അതുകൊണ്ട് അത് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിന് കൊടുത്ത് വിടുമ്പം ബ്ലൗസൊക്കെ വാഷ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അത് വാഷ് ചെയ്യാൻ പറ്റുന്ന ബ്ലൗസല്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്ത് വിട്ടതെന്ന് പറഞ്ഞു. ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്പ്രേയുടെയും വിയർപ്പിൻ്റെ സ്മെല്ല് കൊണ്ട് തുറന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു മാഡം. ഇനി ബ്ലൗസ് നമ്മളിപ്പം ഇങ്ങനെയൊക്കെ കൊടുത്ത് വിടുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിലുള്ള വാഷ് ചെയ്ത് ഏതെങ്കിലും ബ്ലൗസ് വേണം കൊടുത്ത് വിടാൻ. അതുകൊണ്ട് ഒന്നും വിചാരിക്കല്ലേ, അത് ഭയങ്കര വിയർപ്പ് സ്മെല്ലായിരുന്നു. നമ്മൾ തയ്ക്കാൻ കൊടുത്ത ഹിന്ദിക്കര തയ്ക്കുന്നെങ്കിൽ ആൺപിള്ളേരാണല്ലോ കൊടുക്കുന്നത്, അവരുടെ കൊടുക്കുമ്പോൾ അവരും ഇത് ഭയങ്കര ദുർഗന്ധത്തോട്, സ്ത്രീകളെ അത്രത്തോളം അവർ മനസ്സുകൊണ്ട് തന്നെ വെറുക്കത്തില്ലേ. കാരണം എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് സ്ത്രീകളിടുന്ന വസ്ത്രത്തിന് ഇത്ര ദുർഗന്ധമാണോ എന്നൊക്കെ ഓർക്കത്തില്ലേ. ഞാനിങ്ങനെ പച്ചയ്ക്ക് അവരോട് പറഞ്ഞു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നാളെയും ഇവർ ഇതുപോലെ തന്നെ വേറൊരാളെ കൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ തരില്ലായിരിക്കും. കാരണം വെച്ചാൽ ഇത്രയും പറഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ തന്നെന്ന് വരികയില്ല. എനിക്ക് വേണമെന്നുമില്ല. കാരണം അത്രയ്ക്കും എനിക്ക് അതിന് 2000 രൂപ ഇപ്പോൾ തയ്യൽക്കൂലി തന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ബ്ലൗസ് അവരുടെ സ്റ്റിച്ചിങ്ങിന് കിട്ടിയില്ല, അത്രയും സന്തോഷം. പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, സ്റ്റിച്ചിങ്ങുകാർക്കൊക്കെ ഇത്ര വലിയ പത്രാസായെന്നോ എന്താ അങ്ങനെ ഒരു സംസാരിച്ചു. ഞാൻ ചോദിച്ചു, സ്റ്റിച്ചിങ്ങുകാർ മനുഷ്യരല്ലേ? ഞങ്ങൾ ഓരോ തൊഴിൽ ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള ഒരാൾക്കാർ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓരോന്നും ഭംഗിക്ക് ഇട്ടുകൊണ്ട് പോകാൻ. എല്ലാ തൊഴിലിനും അതിനായിട്ടുള്ള മാന്യതയുണ്ട് മാഡം. നിങ്ങൾ സ്റ്റിച്ചിങ്ങുകാർ ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കരുത്. അതുകൊണ്ട് സ്റ്റിച്ചിങ്ങുകാരും മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു. അപ്പം അവരങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇത് ചോദിച്ചത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന് വരത്തില്ല. ഇനിയെങ്കിലും ഞാൻ ഈ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ജോലികൾ ചെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത്. കാരണം സ്റ്റിച്ചിങ്ങുകാർ അത്ര മോശം, എത്രയോ സ്റ്റിച്ചിങ്ങുകാരില്ല എങ്കിൽ ഇവരെങ്ങനെ ബ്ലൗസ് തയ്ച്ചിടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കണം. എല്ലാവരെയും ആവശ്യമാണ്. ഓരോ തലത്തിലും ജോലി ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ പെൺകുട്ടിയെ ഒരുക്കാൻ ഒരു ബ്യൂട്ടീഷ്യൻ വേണമെന്ന് അന്ന് ആ ദിവസം ഭംഗിയായിട്ട് ഒരുങ്ങണമെന്നുള്ളത് ആ കുട്ടിയുടെ ആഗ്രഹമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുങ്ങണമെങ്കിൽ അവർക്ക് ആ ദിവസം ഏറ്റവും ഹാപ്പിയായിട്ട് അവർ ഒരുങ്ങി ഇറങ്ങുന്ന ഒരു ദിവസം ഒരു ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമുണ്ട്. അപ്പം ബ്യൂട്ടീഷ്യന്മാർ വേണ്ടേ, സ്റ്റിച്ചിങ്ങിന് ആൾ വേണ്ടേ? അപ്പോൾ നമ്മൾ ഓർക്കണം, സഹജീവികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെയാണ്. സ്റ്റിച്ചിങ്ങുകാർ ഒരിക്കലും ഒരു പുച്ഛിച്ച രീതിയിൽ സംസാരിച്ച് തള്ളരുത്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വാഷ് ചെയ്യാതെ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങളെയൊക്കെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനം വേണം. നമ്മളിട്ട വിയർപ്പ് ഗന്ധം വേറൊരാൾ കൂടെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിയർക്കുന്ന ഒരു ഡ്രസ്സ് ഇത്രയും മുഷിഞ്ഞ ഡ്രസ്സ് കൊണ്ടുവന്ന് ഒരിക്കലും ഒരാളുടെ കയ്യിൽ കൊണ്ട് അളവിനായിട്ട് കൊടുക്കരുത്. ദയവിത് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഉയർന്ന ജോലിയായിരിക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജോലിയാണ്. എല്ലാവർക്കും അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്ത് തീർക്കുമ്പോഴാണ് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. അതെല്ലാം കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ തയ്യൽ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തീർത്തും വിളിച്ചിട്ട് അവർ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നാളെ അവർ വർക്ക് കിട്ടുമോ, ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശം അനുഭവം മാഡം, അത് ഭയങ്കര വിയർപ്പിൻ്റെ സ്മെല്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴെങ്കിലും അവർക്കൊരു ബോധം ഉണ്ടാവട്ടെ. കാരണം എന്നാ ചോദിച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്ക് പോലും തന്നെ കുളിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അവർ രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോകുന്നത് നേരെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കണമെന്ന് അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് മൗത്ത് വാഷൊക്കെ ഇടുന്ന വായന്ന് ഇറങ്ങി അങ്ങ് പോകുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ ഇപ്പം ഞാനൊക്കെ ജോലിക്ക് ഇറങ്ങിയ രാവിലെ കുളിച്ചിട്ട്, അല്ലെ എൻ്റെയൊക്കെ ഏജിലുള്ള ഒരു 40-50 ഇപ്പോഴും രാവിലെ ജോലിക്ക് പോയാൽ അവർ കുളിച്ചിട്ടാണ് രാവിലെ ജോലിക്ക് പോകത്തുള്ളൂ. അതിൽ വൈകിട്ട് വന്നാൽ അവർ കുളിക്കും. ഇന്ന് മുടി നനയ്ക്കുന്നത് ആഴ്ച 2 ദിവസമുള്ളൂ. നമ്മളൊക്കെ രാവിലെ കുളിച്ചാലും വൈകിട്ട് കുളിച്ചാലും 2 നേരം മുടി കഴുകിയാണല്ലോ നമ്മൾ കുളിക്കുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് സാഹചര്യം മാറി. ആർക്കും ഇപ്പം വൃത്തിയില്ലാണ്ടായിരിക്കുന്നു. പുറമേ ഈ സ്പ്രേയും പൂശി ലക്ഷറി കാറിൽ നടക്കുമ്പോൾ ഉള്ളിൽ ചീഞ്ഞ ഈ അവസ്ഥയാണെങ്കിൽ എന്തുണ്ടായിട്ട് എന്ത് കാര്യം?
അപ്പോൾ എൻ്റെ ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെന്ത് വിചാരിക്കും, അവർ ഏതെങ്കിലും കൊമ്പത്തിരിക്കുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും ഹൈ പൊസിഷനിലൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. തീർത്ത് പറയണം. നിങ്ങൾ തയ്ച്ച് കൊടുക്കണമെന്നല്ല, പക്ഷേ ആ ഒരു വാക്ക് പറയണം. ഭയങ്കര വിയർപ്പിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ. ഇനിയും കൊണ്ട് തരുമ്പോൾ ഒന്ന് വാഷിട്ട് കൊണ്ട് തരണേ, അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ഗന്ധമില്ലാത്ത ഒരു മെഷർമെൻറ്റ് കൊണ്ട് തരണേ എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞ് അവർക്ക് ഒരു ബോധം നിങ്ങൾ ഉളവാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയാതിരിക്കരുത്. നമ്മൾ ആരും ആരുടെ അടിമകളല്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. നമ്മൾ അടിമത്വമൊക്കെ കഴിഞ്ഞു, എത്രയോ കാലങ്ങൾ മുമ്പേ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളെന്ത് വിചാരിച്ചോ അത് അവരെ ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കട്ടിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. കുറച്ച് വെറൈറ്റികളൊക്കെ കുറേ ഫാഷനൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് സാരി വിയർ ചെയ്യുന്നത് രീതിയും സാരി ട്രിപ്പ് ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പോകുന്ന കേട്ടോ. നമുക്കിപ്പോൾ അറിയാവുന്ന ഒരാളൊന്ന് സാരി ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വപ്ന എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞതല്ലോ. സ്വപ്ന ഇപ്പം ഗ്രാമത്തിലാണെന്ന് പറഞ്ഞാലും പിന്നെ ചിലർ വന്ന് ചോദിക്കും സാരി ട്രിപ്പിങ് അറിയുമോ, ഒന്ന് ചെയ്തു തരാമോ. ഒരുപാട് പേരുണ്ട് ഇപ്പോഴും സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന നിലയിലാണ് ഞാൻ ഈ സാരി ട്രിപ്പിങ്ങും അതുപോലെ ഞാൻ വെഡ്ഡിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗൗണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, വെഡ്ഡിങ് വർക്ക് ചെയ്യുന്നുണ്ട്, മേക്കപ്പ്, ബൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതകളുള്ളത് എന്താണോ അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. എനിക്ക് സാധ്യതകളുള്ളതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് പഠിക്കാനും ഉണ്ട്. നമ്മളാരും പഠിത്തം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ സാരിയുടെ ക്ലാസ്സൊക്കെ നിങ്ങൾ ഓർക്കും ഈ ചാനലിൽ എന്തിനാണ് അത് ഇട്ടേക്കുന്നത്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാരി ട്രിപ്പിങ്ങിൻ്റെ വീഡിയോ, അതിൽ ബോക്സ് ഫോൾഡിംഗ് ഒക്കെ ഇടുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.